പുര കത്തുമ്പോൾ വാഴ വെട്ടുകയാണോ, അതല്ല മുഖം രക്ഷിക്കാൻ വേണ്ടി ധാരണയിൽ ആക്രമിക്കുകയാണോ എന്ന വ്യത്യസ്തമായ ചർച്ചകൾ പല മാധ്യമങ്ങളും ഇപ്പോൾ ട്രംപ് തുടങ്ങി വച്ചിരിക്കുന്ന ഈ ആക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ട്രംപ് ആയതുകൊണ്ട് ദൈവത്തിന് പോലും അറിയാമോ എന്ന് സന്ദേഹിക്കുന്നവരുമുണ്ട്. കാരണം അത്രത്തോളം കാപട്യവും കള്ളവും തന്ത്രവും കച്ചവടവും ട്രംപിനുണ്ട്. ഈ ഹോർമിസ് കടലിടുക്കിൽ അതിന് രണ്ട് സ്ട്രീമുകളുണ്ട്, രണ്ട് ഇടനാഴികളുണ്ട്. ഒരിടനാഴി ഇറാനോട് ചേർന്ന് പോകുന്നതാണ്, ഒരിടനാഴി ഒമാനോട് ചേർന്ന് പോകുന്നതുമാണ്. അതിൽ ഇറാൻ ആവശ്യപ്പെട്ടത് ഇറാനോട് ചേർന്ന് പോകുന്ന ആ ഇടനാഴിയിലൂടെ കപ്പലുകൾക്ക് യഥേഷ്ടം കടന്നു പോകാമെന്നാണ്. അതിലപ്പോ അവർക്കൊരു നിയന്ത്രണം വരും, പോകുന്നത് എന്താണെന്നറിയും, ആരൊക്കെയാണെന്നറിയും, ഇതെല്ലാം അറിയും. എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു തകർന്ന കരാറിൽ ഒപ്പിട്ട് നാറി നിൽക്കുമ്പോൾ ഹോർമിസ് കടലിടുക്ക് തന്റെ ഇഷ്ടപ്രകാരം സമ്പൂർണമായി തുറന്നു എന്ന് വരുത്തണം. അതിന് ഈ ഒമാൻ ഇടനാഴി, ഒമാനോട് ചേർന്നുള്ള സ്ഥലത്തുകൂടി പോകുന്ന കപ്പലുകളെ കൂടി അമേരിക്ക പ്രോത്സാഹിപ്പിച്ചതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അങ്ങനെ ഇറാന് നേരെ കീഴടങ്ങണ്ട, അവര് പറയുന്നതെല്ലാം അനുസരിക്കണ്ട. അങ്ങനെ അനുസരിച്ചാൽ ഒന്നാമത് ഇപ്പൊ തന്നെ നിക്കർ കീറി നിൽക്കുന്ന ഒരാള് നിക്കർ ഇല്ലെന്ന് ലോകം പറഞ്ഞു കളഞ്ഞാലോ എന്ന് വിചാരിച്ചാണ് ഇത് ഇറാൻ പറയുന്നിടത്തൂടെ തന്നെ മാത്രം ഉണ്ടാക്കണ്ട, ഒമാൻ പറയുന്നിടത്തുകൂടി ഒമാനിൽ കൂടി പൊക്കോട്ടെ എന്ന് പറഞ്ഞത്. അങ്ങനെ പോയപ്പോൾ 3-4 ദിവസത്തിന് മുമ്പ് അങ്ങനെ പോയ ഒരു കപ്പലിലിട്ട് IRGC അടിച്ചു. ഇപ്പൊ 2-3 കപ്പലുകൾ അതുവഴി എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു, അതിനെയും ആക്രമിച്ചു. ആ ആക്രമിച്ചതിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് അവകാശപ്പെടുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളെല്ലാം ആയത്തുള്ള ഖാംനേയിയുടെ ഖബറടക്കവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലാണ്. ഇന്നേ അത് അവസാനിക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ചടങ്ങുകളിലേക്ക് ജനങ്ങളും ഭരണകൂടവും സാഹചര്യങ്ങളും എല്ലാം ഒത്തുനിൽക്കുന്ന ആ ചെലവിൽ 2 അടിയടിച്ച് ചാമ്പ്യൻ പട്ടം തന്റെ കയ്യിലാണെന്ന് തന്നെ വരുത്തി ഒരു അഭ്യാസം കാണിക്കാനുള്ള ശ്രമമാണ് ഈ നടത്തിയതെന്ന് ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ പറയുന്നു. വേറൊരു കൂട്ടർ ട്രംപിനെ അറിയാവുന്നതുകൊണ്ട് പറയുന്നത് മുഖം രക്ഷിക്കാൻ വേണ്ടി ധാരണയിൽ അടിക്കുകയാണ്. കാരണം ബാക്കി ഇറാന് നൽകുന്ന സാമ്പത്തിക കൈമാറ്റമൊക്കെ നടക്കുന്നു, ഉപരോധം എല്ലാം പിൻവലിക്കുന്നു, കാശ് കൊടുക്കുന്നു. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ തന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി 2-3 അടിയടിച്ച് താൻ അടിച്ചു എന്ന് വരുത്തുന്നു. എന്ന് മാത്രമല്ല, ഇനി അടിച്ചാൽ ഇറാൻ ഉദ്ദേശിക്കുന്നത് പോലെ അറബ് രാജ്യങ്ങളെ അടിക്കാനും പറ്റൂല, കാരണം അവരെല്ലാം കാശ് കൊടുക്കാൻ നിൽക്കുകയല്ലേ. അപ്പൊ ആ സാഹചര്യമൊക്കെ ഒന്ന് വിറ്റെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണെന്നുമാണ് പറയുന്നത്. പക്ഷെ ഇറാൻ ബഹ്റൈനിലും കുവൈറ്റിലും തിരിച്ചടിച്ചു. അപ്പൊ ചുരുക്കത്തിൽ ഈ ട്രംപൻ പോകുന്നത് വരെ എന്തിനാണ് അടിക്കുന്നത്, ആരെയാണ് അടിക്കുന്നത്, പുള്ളി തന്നെ നെഞ്ചത്തിട്ടടിക്കുമോ എന്ന് പോലും അറിയാനൊക്കാത്തൊരു മനോവികാരമാണ്. അമേരിക്കയുടെ ഗതികേട്, ലോകത്തിന്റെ ഗതികേട്.